നമ്മൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കുന്നു. ഈ ഡൊണാൾഡ് ട്രംപിന്റെ പണിയുണ്ടല്ലോ, അത് ചെറിയ പണിയല്ലേ. ഈ ചങ്ങാതി എന്തിനിറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇതാ വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു. ഗ്രീൻലാൻഡ് അത് സൈനിക നടപടി പരിഗണനയിലാണെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ കടുത്ത എതിർപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതും ഡെൻമാർക്കിന്റെ അധീനതയിലിരിക്കുന്ന പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ്. US ബന്ദികളാക്കി നിക്കോളാസ് മദുറോയും ഭാര്യയും തടങ്കലിൽ തുടരുകയാണ്. വെനിസ്വേലൻ ഇടക്കാല സർക്കാർ എണ്ണ നൽകുമെന്ന് അറിയിച്ചതായി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എണ്ണ കച്ചവടമുണ്ട്. വിനീത വേണു ഉണ്ട് നമുക്കൊപ്പം. വിനീത വേണു, വെരി ഗുഡ് മോർണിംഗ് വിനീത വേണു. ഇപ്പോൾ വെനിസ്വേലയ്ക്ക് പുറമെ ഗ്രീൻലാൻഡ് കൂടി പിടിച്ചെടുക്കാൻ, അത് തങ്ങളുടെ സുരക്ഷിതത്വത്തിനും ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് വിട്ടു നൽകാൻ കഴിയില്ല, അത് ഒരു പക്ഷേ നമ്മൾ വീണ്ടെടുത്തേക്കുമെന്നൊക്കെ പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ ഇങ്ങനെ ഈ ഡൊണാൾഡ് ട്രംപ് ചോദ്യം ചെയ്തിട്ടെങ്കിൽ ഇത് എന്ത് സംഭവിക്കും? യൂറോപ്യൻ യൂണിയൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ വിനീത? ഡോക്ടർ അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെരി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന്. പക്ഷേ ഓരോ ദിവസവും ഈ ട്രംപിൻ്റെ ഇതുപോലെയുള്ള അധിനിവേശം അല്ലെങ്കിൽ എല്ലാം പിടിച്ചടക്കാം എന്നുള്ള ലോക പോലീസ് കളി, അത് തന്നെയാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. വെനസ്വേലയിലെ സൈനിക നടപടി നമ്മൾ കണ്ടതാണ്. നിക്കോളാസ് മദുറോയും ഭാര്യയും ഇപ്പോഴും തടങ്കലിൽ തുടരുകയാണ്. ലോകവ്യാപകമായി പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും അമേരിക്ക ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നാളുകളായി ട്രംപ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അതൊരു സൈനിക നടപടിയിലേക്ക് കടക്കുന്നു എന്നതാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ദേശീയ സുരക്ഷയാണ് പ്രഥമ പരിഗണന എന്ന് പറഞ്ഞുകൊണ്ട് സൈനിക നീക്കത്തിനുള്ള മുന്നൊരുക്കങ്ങൾ, അത് സംബന്ധിച്ച യോഗങ്ങളൊക്കെ ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡെൻമാർക്കിൻ്റെ ഒരു അർദ്ധ സ്വയംഭരണ പ്രദേശമാണല്ലോ ഗ്രീൻലാൻഡ്. ഇത് തങ്ങൾക്ക് വേണം എന്ന അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. ഏതായാലും ഈ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. UK ആയാലും ഫ്രാൻസ് ആയാലും ഒക്കെ തന്നെ അത് ഗ്രീൻലാൻഡും ഡെൻമാർക്കും തീരുമാനിക്കേണ്ട കാര്യമാണ്, അവരുടെ മാത്രം സ്വയംഭരണാവകാശത്തിൻ്റെ കാര്യമാണ് എന്ന് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ദേശീയ സുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ട്രംപ് ഇത്തരത്തിൽ സൈനിക നടപടികളിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ട്രംപിൻ്റെ പ്രസ്താവന ഇന്ന് വന്നത് ഡോക്ടർ അരുൺ, വെനസ്വേലയിലെ ഇടക്കാല സർക്കാർ എണ്ണ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നത് കൂടിയാണ്. അതിലിപ്പോൾ കൃത്യമായ നിലപാട് വെനസ്വേലയുടേത് എന്താണ് എന്നറിയണം. ഇത് ട്രംപിൻ്റെ അവകാശവാദമാണോ അതോ അത്തരത്തിലൊരു കാര്യത്തിന് സമ്മതിച്ചിട്ടുണ്ടോ? ഏതാണ്ട് 50 ദശലക്ഷം ബാരൽ ഉയർന്ന നിലവാരമുള്ള എണ്ണ അമേരിക്ക കൈമാറാൻ തയ്യാറെന്നാണ് ട്രംപ് അറിയിച്ചതായി വിവരങ്ങൾ വരികയും ചെയ്യുന്നത്. ഡോക്ടർ അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, പ്രേക്ഷകർ ചിലരെങ്കിലും വിദ്യാർത്ഥികളൊക്കെ കേട്ടിട്ടുണ്ടാവും. മൺട്രോ ഡോക്ട്രിൻ അഥവാ മൺട്രോ സിദ്ധാന്തം എന്ന് പറയുന്നൊരു ആശയമുണ്ട്. അത്രേ ഉള്ളൂ. മൺട്രോ സിദ്ധാന്തം എന്ന് പറയുന്നത് ഈ ലാറ്റിൻ അമേരിക്കയിലെ, അതായത് അമേരിക്കയുള്ളത് നോർത്ത് അമേരിക്കയിലാണെന്ന് അറിയാമല്ലോ. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഉണ്ട്. ഈ തെക്കേ അമേരിക്കയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഈ നോർത്ത് അമേരിക്കയിലുള്ള അമേരിക്ക, കാനഡ, പിന്നെ മധ്യത്തിൽ കിടക്കുന്ന മെക്സിക്കോ, പിന്നെ ഇങ്ങോട്ട് ഈ വെനിസ്വേല, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ, അതിങ്ങനെ പോയി ബ്രസീൽ, അർജന്റീന പോയി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഈ ലാറ്റിൻ അമേരിക്കയിൽ യൂറോപ്പിലെ രാജ്യങ്ങൾ വലിയ അധിനിവേശം നടത്തിയ ചരിത്രമൊക്കെ പ്രേക്ഷകർക്കറിയാം. അവിടെയുള്ള സ്പാനിഷ് ഭാഷയൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ തെക്കേ അമേരിക്കയിൽ അഥവാ ലാറ്റിൻ അമേരിക്കയിൽ വലിയ അധിനിവേശം നടത്തിയപ്പോൾ അതിനെതിരെ അമേരിക്ക കൊണ്ടുവന്ന ആശയമാണ്, മൺട്രോ കൊണ്ടുവന്ന ആശയമാണ് മൺട്രോ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. 1823 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലാണ്. അന്ന് അവർ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ലോകരാഷ്ട്രവും ഈ ദക്ഷിണ അമേരിക്കയിൽ, ലാറ്റിൻ അമേരിക്കയിൽ അധീശത്വം നടത്തുന്നു, ഞങ്ങളും ലോകരാഷ്ട്രീയ കളിയിൽ പങ്കെടുക്കില്ല. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിൽ വലിയ കളികൾക്കൊന്നും പോവാതെ കുറച്ചു കാലം മൺട്രോ ഡോക്ട്രിൻ പ്രകാരം ഇരുന്നു. ഇപ്പോൾ ദാ തിരിക്കുന്നു. യൂറോപ്പ് വന്ന് ലാറ്റിൻ അമേരിക്ക ഭരിക്കേണ്ട, ലാറ്റിൻ അമേരിക്ക ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഗ്രീൻലാൻഡിനെ കൂടി ലക്ഷ്യമിടുന്നു ട്രംപ് എന്നുള്ളതാണ്. എന്ത് ചെയ്യാൻ പറ്റും? മതം ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് ചങ്ങലക്കിടാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ?